ഇന്ന് നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ യൂണിറ്റ് 2 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷ് ആക്ടിവിറ്റി ബുക്കിൽ യൂണിറ്റ് 2 ബാക്ക് ടു ഗ്രീനിലെ ആക്ടിവിറ്റീസാണ് നോക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി വരുന്നത് ഹാവ് യു മെയ്ഡ് ദ ബേർഡ് പേസ്റ്റ് ഇറ്റ് ബിലോ. അപ്പോൾ ഒരു പാരോട്ടിനെ, ഒരു തത്തയെ നമ്മൾ പേപ്പർ വെച്ചിട്ട് നിർമ്മിക്കുക, എന്നിട്ട് അതിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിന് താഴെ ദിസ് ഈസ് എ പാരോട്ട്, എ ഡേഷ് പാരോട്ട്. പാരോട്ടിൻ്റെ കളർ എന്താണ്? ഗ്രീൻ ആണ്. അപ്പോൾ ഇവിടെ എന്തെഴുതും? ദിസ് ഈസ് എ പാരോട്ട്, എ ഗ്രീൻ പാരോട്ട്. ആക്ടിവിറ്റി 2 ഹു ആർ പോളീസ് ഫ്രണ്ട്സ്, ട്രേസ് ദ ഡോട്ടഡ് ലൈൻസ്, കളർ ദ പിക്ചർ. പോളിയുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറിൽ ഡോട്ട് ഇട്ടിട്ടുള്ള പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡോട്ട് ഇട്ട പിക്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് കളർ ദ പിക്ചർ കളർ ചെയ്യുക. ഇവിടെ എലിഫൻ്റ് ഉണ്ട്, റാബിറ്റ് ഉണ്ട്, ഡക്ക് ഉണ്ട്, അതുപോലെ പാരോട്ട് ഉണ്ട്. അപ്പോൾ ആരൊക്കെയാണെന്നുള്ളത് ഡോട്ട് കംപ്ലീറ്റ് ചെയ്യുക, ദെൻ അതിന് കളർ കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് പേജിൽ പോളീസ് ഫ്രണ്ട്സ് ആർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പോളിയുടെ ഫ്രണ്ട്സിൻ്റെ പേര് എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ആരൊക്കെയാണ്? എലിഫൻറ്റ്, റാബിറ്റ്, ഡക്ക്. അപ്പോൾ ഇത്രയും എഴുതി കൊടുക്കുക. ആക്ടിവിറ്റി 3 എന്താ പറയുന്നത്? ആക്ടിവിറ്റി 3 ലെറ്റ് us sing together. ഇവിടെ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട്. എലിഫൻറ്റ്, റാബിറ്റ്, പാരോട്ട് ആൻഡ് ഡക്ക്, they are friends in the jungle. They are friends in the jungle. They play and play all day. They swing on a swing all day. അപ്പോൾ അതൊരു പാട്ടാണ്, അത് പാടാനാണ് പറയുന്നത്. നെക്സ്റ്റ് എന്ത് കൊടുത്തിട്ടുണ്ട്? പോളീസ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് ഇൻ ദ റെയിൻ. ഡ്രോ റെയിൻ ഡ്രോപ്സ് ഇൻ ദ പിക്ചർ. ഡ്രോ റെയിൻ ഡ്രോപ്സ് ഇൻ ദ പിക്ചർ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എലിഫൻറ്റ്, റാബിറ്റ്, ഡക്ക് പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോളിയും ഫ്രണ്ട്സും എന്താണ്? റെയിനിൽ കളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ റെയിൻ ഡ്രോപ്സ് വരച്ചു കൊടുക്കുക. പിക്ചറിൽ റെയിൻ ഡ്രോപ്സ് വരച്ചു കൊടുക്കുക. പിന്നെ ഒരു കോൺവെർസേഷൻ എഴുതിയിട്ടുണ്ട് അവിടെ. ഹായ് ഡേഷ്, ഹായ് ഇറ്റ് ഈസ് റെയിനിങ്, ഹായ് ഇറ്റ് ഈസ് റെയിനിങ്. 4 ഹെൽപ്പ് ദ ഫ്രണ്ട്സ് റീച്ച് പോളീസ് ഹോം. ഹെൽപ്പ് ദ ഫ്രണ്ട്സ് റീച്ച് പോളീസ് ഹോം. പോളിയുടെ വീട്ടിലെത്താൻ കൂട്ടുകാരെ സഹായിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ? ഇവിടെ ഒരു നമ്മൾ വഴി കാണിച്ചു കൊടുക്കുന്ന ആ ഒരു ടൈപ്പ് പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ കറക്റ്റായിട്ട് വഴി കാണിച്ചു കൊടുക്കുക. പോളിയുടെ ഫ്രണ്ട്സ് അവർക്ക് വീട്ടിലെത്താനുള്ള വഴി. അടുത്ത ആക്ടിവിറ്റി 5 ആണ്. വാട്ട് ഡു ദേ ടോക്ക്. ഒരു കോൺവെർസേഷനാണ് പാരോട്ടും റാബിറ്റും. വാട്ട് ആർ യു ഡൂയിങ്. റാബിറ്റ് ചോദിക്കുകയാണ് പാരോട്ടിനോട് വാട്ട് ആർ യു ഡൂയിങ്. അപ്പോൾ പാരോട്ട് പറയുന്നത് ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ ഡേഷ്. എന്ത് പറയാം? ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ ചിക്സ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 6. ആക്ടിവിറ്റി 6 എന്താ പറയുന്നത്? ഷോൾ വി ഫിൽ ദ ബാസ്ക്കറ്റ് വിത്ത് ഫ്രൂട്ട്സ്, യൂസ് ദ സ്റ്റിക്കേഴ്സ് ഗിവൺ ഇൻ ദ ബുക്ക്. അപ്പോൾ ഇവിടെ ഒരു ബാസ്ക്കറ്റ് തന്നിട്ടുണ്ട്. അതിൽ ഫ്രൂട്ട്സ് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ആ ഫ്രൂട്ട്സ് എവിടെയുണ്ട്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, ആക്ടിവിറ്റി ബുക്കിൽ ലാസ്റ്റ് പേജിൽ സ്റ്റിക്കേഴ്സിൻ്റെ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. അതിൽ ഫ്രൂട്ട്സിൻ്റെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ആ സ്റ്റിക്കേഴ്സ് കട്ട് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് ബാസ്ക്കറ്റ് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണെന്നുള്ളത്. ആപ്പിൾ, മാംഗോ, ഗ്രേപ്സ്, ഓറഞ്ച്, ബനാന. ഇതൊക്കെ സ്റ്റിക്കേഴ്സ് എവിടെയുണ്ട്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ലാസ്റ്റ് പേജിലുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ദെൻ ആക്ടിവിറ്റി 7 ലെറ്റ് us add lines to the song. ഇവിടെ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ മോർ ലൈൻസ് ആഡ് ചെയ്യാനാണ് പറയുന്നത്. എന്താ പാട്ട്? അവർ പോളി, ഡിയർ പോളി, സിറ്റിംഗ് ഓൺ ഹെർ eggs. Our Polly, dear Polly, eat this apple.
ദെൻ അവർ പോളി, ഡിയർ പോളി, ഡേഷ്. അപ്പോൾ എന്താ ഇവിടെ കൊടുക്കുക? ഈറ്റ് ദിസ് മാംഗോ എന്ന് കൊടുക്കാം. ഈറ്റ് ദിസ് മാംഗോ. ഓക്കെ. ദെൻ ആക്ടിവിറ്റി 8. ആക്ടിവിറ്റി 8ൽ എന്താ? വാട്ട് ഡസ് പോളി സേ? വാട്ട് ഡസ് പോളി സേ? ഹായ് മോം. ഹായ് മോം. അപ്പോൾ പോളി എന്ത് പറയും? ഹായ് ചിക്സ്. ഹായ് ചിക്സ്. ആക്ടിവിറ്റി 9. വാട്ട് ഡു ദ ലിറ്റിൽ പാരോട്ട് ഈറ്റ്? ഡ്രോ ദ പിക്ചർ ഓഫ് ദ ഫുഡ് ദേ ഈറ്റ് ഇൻ ദ ബൗൾ. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഒരു ബൗളുണ്ട്, പാരോട്ട് ഉണ്ട്. അപ്പോൾ ലിറ്റിൽ പാരോട്ട് എന്തായിരിക്കും കഴിക്കുക? വാട്ട് ഡു ദ ലിറ്റിൽ പാരോട്ട് ഈറ്റ്സ്? ഡ്രോ ദ പിക്ചർ ഓഫ് ദ ഫുഡ് ദേ ഈറ്റ് ഇൻ ദ ബൗൾ. അവർ കഴിക്കുന്ന ഫുഡിൻ്റെ പിക്ചർ ഈ ബൗളിൽ വരയ്ക്കാനാണ് പറയുന്നത്. എന്ത് കഴിക്കും? ഫ്രൂട്ട്സ് ആണ് കഴിക്കുക അല്ലേ? അപ്പോൾ ഒരു ആപ്പിളിൻ്റെയോ ഒരു പിക്ചർ നമുക്ക് ആ ബൗളിൽ വരച്ചു കൊടുക്കാം. ദെൻ അതിൻ്റെ തൊട്ട് താഴെ എന്ത് എഴുതിയിട്ടുണ്ട്? പോളി ഹാസ് ഡേഷ് ലിറ്റിൽ പാരോട്ട്സ്. എത്ര ലിറ്റിൽ പാരോട്ട്സ് ഉണ്ട് പോളിക്ക്? പിക്ചർ നോക്കൂ. എത്ര ലിറ്റിൽ പാരോട്ട്സ് ഉണ്ട്? 3 ലിറ്റിൽ പാരോട്ട്സ്. പോളി ഹാസ് 3 ലിറ്റിൽ പാരോട്ട്സ്. ദ ലിറ്റിൽ പാരോട്ട്സ് ഈറ്റ് ഡേഷ്. എന്ത് കഴിക്കും ലിറ്റിൽ പാരോട്ട്? ഫ്രൂട്ട്സ് കഴിക്കും. ദ ലിറ്റിൽ പാരോട്ട്സ് ഈറ്റ് ഫ്രൂട്ട്സ്. ആക്ടിവിറ്റി 10. ജിൽ, ദിൽ ആൻഡ് റിൽ. ലിറ്റിൽ പാരോട്ട്സിൻ്റെ പേരാണ് ജില്ല്, ദില്ല് ആൻഡ് റിൽ. ഐ ആം ജിൽ. ഐ ആം ജിൽ. ഐ ഹാവ് എ ബിഗ് ബെക്ക്. BEAK. ഐ ഹാവ് എ ബിഗ് ബെക്ക്. ദെൻ ദിൽ എന്ത് പറയും? ഐ ആം ദിൽ. ഐ ഹാവ് ഡേഷ് ലെഗ്സ്. ഐ ഹാവ് ലോങ് ലെഗ്സ്. നീളമുള്ള കാല്, ലോങ് ലെഗ്സ്. ദെൻ റിൽ എന്ത് പറയും? ഐ ആം റിൽ ഡേഷ് എ റെഡ് റിങ്. ഐ ആം റിൽ ഡേഷ് എ റെഡ് റിങ്. ഐ ഹാവ് എ റെഡ് റിങ്. എനിക്കൊരു കറുത്ത റെഡ് ചുവന്ന റിങ് ഉണ്ട്. ഐ ഹാവ് എ റെഡ് റിങ്. ദെൻ ആക്ടിവിറ്റി 11. ലെറ്റ് us sing and add lines to the rhyme. ഇവിടെ ഒരു പാട്ടാണ് കൊടുത്തിട്ടുള്ളത്, അതിൽ ലൈൻസ് ആഡ് ചെയ്യാനാണ് പറയുന്നത്. 1 2 3 ജിൽ ദിൽ റിൽ ഫ്ലൈ ആൻഡ് ഫ്ലൈ അപ്പ് ഇൻ ദ സ്കൈ. 1 2 3 ജിൽ ദിൽ റിൽ ഡാഷ് അപ്പ് ഇൻ ദ സ്കൈ. അപ്പോൾ അവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ് വേണ്ടത്. എന്ത് നമുക്ക് എഴുതാം? 1 2 3 ജിൽ ദിൽ റിൽ പ്ലേ ആൻഡ് പ്ലേ up in the sky. Play and play up in the sky. Then activity 12. What is Polly asking? What is Polly asking? Conversation ആണ്. പോളി എന്തോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ താഴെ എന്താ ആൻസർ പറഞ്ഞിട്ടുള്ളത്? റിൽ ഫ്ലൂ എവേ മോം. റിൽ ഫ്ലൂ എവേ. അപ്പോൾ എന്തായിരിക്കും പാരോട്ട് ചോദിച്ചിട്ടുണ്ടാവുക? റില്ല് എവിടെ പോയി എന്നായിരിക്കില്ലേ? അപ്പോൾ എന്താ പറയുക? വേർ ഈസ് റിൽ? വേർ ഈസ് റിൽ എന്ന് ചോദിക്കാം. ഓക്കെ. ദെൻ ആക്ടിവിറ്റി 13. ക്യാൻ യു കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ? ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു കോൺവെർസേഷനാണ് തന്നിട്ടുള്ളത്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഐ വാസ് ഗ്രീൻ. ഐ ആം ഡേഷ് നൗ. താഴെ കൊടുത്തിട്ടുണ്ട് പാരോട്ടിൻ്റെ പിക്ചർ. പക്ഷെ എന്തായിട്ടുണ്ടത്? കളറ് റെഡ് ആയിട്ടുണ്ട്. അപ്പോൾ എന്താ പാരോട്ട് എന്താ പറയുന്നത്? ഐ വാസ് ഗ്രീൻ. ഞാൻ ഗ്രീൻ ആയിരുന്നു. ഐ ആം റെഡ് നൗ. ഐ ആം റെഡ് നൗ. ഓക്കെ. ദെൻ ആക്ടിവിറ്റി 14. വാട്ട് ഡു ദേ സേ? വാട്ട് ഡു ദേ സേ? കോൺവെർസേഷൻ തന്നെയാണ്. എന്താ ചോദിക്കുക? ഈസ് ദാറ്റ് യുവർ ഫ്രണ്ട്? ഈസ് ദാറ്റ് യുവർ ഫ്രണ്ട്? അപ്പോൾ എന്താ പറയുക? എന്താ പറയുക? നോ ഇറ്റ് ഈസ് നോട്ട് മൈ ഫ്രണ്ട്. നോ ഇറ്റ് ഈസ് നോട്ട് മൈ ഫ്രണ്ട്. ഇറ്റ് ഈസ് നോട്ട് മൈ ഫ്രണ്ട്. ദെൻ ആക്ടിവിറ്റി 15. വാട്ട് ഡസ് റിൽ സേ? റിൽ എന്ത് പറയും?
എന്ത് പറയും? ഇത് റെഡ് ആയിരുന്നു, ഇപ്പം എന്തായത്? ഗ്രീനായി. അപ്പോൾ എന്ത് പറയും? ഐ വാസ് റെഡ്, ഞാൻ റെഡ് ആയിരുന്നു. നൗ ഐ ആം ഗ്രീൻ. നൗ ഐ ആം ഗ്രീൻ, ഇപ്പോൾ ഞാൻ എന്താണ്? ഗ്രീൻ ആണ്. നൗ ഐ ആം ഗ്രീൻ. Then activity 16. Help the honey bee reach the beehive. ഹണി ബീക്ക് അതിൻ്റെ കൂടിലേക്ക് എത്താനുള്ള വഴി കാണിച്ചു കൊടുക്കാനാണ് പറയുന്നത്. പക്ഷെ ഇവിടെ കുറേ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെ? ദില്ല്, ജില്ല്, എലിഫൻറ്റ്, റില്ല്, പോളി, ഡക്ക്, റാബിറ്റ്, ഇത്രയും എഴുതിയിട്ടുണ്ട്. ഹൗ മെനി ക്യാരക്ടേഴ്സ് ഡിഡ് ദ ഹണി ബീ സീ ഓൺ ദ വേ? റൈറ്റ് ദ നെയിം ബിലോ. അപ്പോൾ ഇതിന് ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ബീഹൈവ്സിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കണം. ആ വഴി കാണിച്ചു കൊടുക്കുമ്പം അത് പോകുന്ന വഴിയിൽ അതിന് ഏതിനൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് താഴെ എഴുതിയാണ് വേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണ് ഉള്ളത് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് ഇവിടെ എഴുതിയാണ് വേണ്ടത്. റൈറ്റ് ദെയർ നെയിംസ് ബിലോ. പോളി, ജില്ല്, ദില്ല്, റില്ല്, എലിഫൻറ്റ്, റാബിറ്റ്, ഡക്ക്. അത് ഇവിടെ എഴുതുക. ദെൻ ആക്ടിവിറ്റി 17. 17ൽ എന്താ? ഡിഡ് യു ലൈക്ക് ദ സ്റ്റോറി ഓഫ് റിൽ? നിങ്ങൾക്ക് റില്ലിൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടോ? സം ഈവൻറ്റ്സ് ഫ്രം ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ. സ്റ്റോറിയിലുള്ള കുറച്ച് ഈവൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണക്ട് ദ ഈവൻറ്റ്സ് യൂസിങ് ആരോ മാർക്സ്. ആരോ മാർക്ക് വെച്ചിട്ട് ഈവൻറ്റ്സ് കണക്ട് ചെയ്യാനാണ് പറയുന്നത്. എന്താ നോക്കാം. ഫസ്റ്റ് എന്ത് കൊടുത്തിട്ടുണ്ട്? റിൽ ഫ്ലൂ എവേ. റില്ല് ഫ്ലൂ എവേ, അത് ഫസ്റ്റത്തെ. അപ്പോൾ സെക്കൻഡ് എന്തായിരുന്നു? റില്ല് പറന്നുപോയി. എന്നിട്ട് രണ്ടാമത് എന്താ സംഭവിച്ചത്? റില്ല് ഫെൽ ഇൻ ടു ദ ടിൻ. ടിന്നിലേക്ക് വീണു. അങ്ങനെയല്ലേ റില്ല് റെഡ് കളറായി മാറുന്നേ. ഇപ്പോൾ റില്ല് ഫെൽ ഇൻ ടു എ ടിൻ, ഒരു ടിന്നിലേക്ക് വീണു. അത് സെക്കൻഡ്. തേർഡ് നമുക്ക് എങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കാം? മൂന്നാമത് എന്താ? റില്ല് ടിന്നിൽ വീണിട്ട് എന്തായി? റെഡായി. റില്ല് ഈസ് റെഡ്, അതിലേക്കാണ് നമുക്ക് തേർഡ് വരുന്നത്. റില്ല് ഈസ് റെഡ്. ആൻഡ് ഫോർത്ത് എന്ത് വരും? ഇപ്പോൾ റില്ല് റെഡാണ്. എന്നിട്ട് എന്തായി? ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്, മഴ പെയ്യാൻ തുടങ്ങി. ഇതാണ് നാലാമത് നമുക്ക് വരുന്നത്. ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്, മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്തായി? ആ റെഡ് കളർ മാറിയിട്ട് റില്ല് എന്തായി? പിന്നെയും ഗ്രീനായി. റിലീസ് ഗ്രീൻ അഗെയിൻ, അത് ഫിഫ്ത്ത് വൺ. അപ്പോൾ അതിന് കണക്കായിട്ട് 1 2 3 4 5 എന്ന രീതിയിൽ ആരോ മാർക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് സെക്കൻഡ് യൂണിറ്റിൽ നമുക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ്. നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം.